welcome back to AJ Fam. Today we're going to London. അപ്പൊ നമ്മള് ലണ്ടനിലേക്ക് ഒരു നൈറ്റ് ഡ്രൈവ് ആണ്. പക്ഷെ നമ്മളോട് ആരൊക്കെ ഉണ്ട്? അപ്പം നമ്മുടെ കൂടെ ദാറ്റ് മല്ലു ഇൻ UK ആൻഡ് ഫാമിലി. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് പറയണം, തഗ് മാത്രം അടിക്കാൻ പറ്റുന്ന ഒരു അമ്മ. ഒരു രക്ഷയില്ല, തഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദാറ്റ് മല്ലുവിന്റെ UK ഇനി വരാൻ പോകുന്ന വീഡിയോസ് നിങ്ങൾ കയറി കണ്ടാൽ മതി. അമ്മയുടെ തഗ് എന്തായാലും അതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മളവിടെ നമ്മുടെ ഇസക്കുട്ടി ഉണ്ട്, ലിജിനും ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ അയ്യോ അപ്പം ഒരു ഹായ് പറഞ്ഞേ. ഹായ് പൊന്ന. ഹലോ. അപ്പം ബ്രോ, അപ്പൊ നമ്മൾ എന്താ പരിപാടി? നൈറ്റ് ഡ്രൈവ് ടു ടവർ ബ്രിഡ്ജ്. അപ്പം നമ്മൾ പ്ലാൻ ചിലപ്പോ പ്ലാൻ ബിയും സിയും ഇസഡും ഒക്കെ വരും. നമ്മളെ ലണ്ടനാണ്, നമ്മളാണ് വണ്ടി ഓടിക്കുന്നത്. അതെ അതെ. എന്നാലും നമ്മുടെ എക്സ്പീരിയൻസ് എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതെ. അപ്പൊ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം, അവിടെ വെച്ച് കാണാം. ഓക്കെ, അപ്പൊ പോവാം അങ്ങോട്ട്. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാണ്ട് കേട്ടോ, നമ്മൾ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, നിങ്ങൾ എവിടെ പോയി കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ അത് ടാഗ് ചെയ്യാൻ മറക്കരുത്. ദാറ്റ് മല്ലു ഇൻ UK. ഇലുമിനാറ്റി ദാറ്റ് മല്ലു ഇൻ UK. നിങ്ങൾ ഈ വണ്ടി ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുക്കും ബ്രോ? ഗിഫ്റ്റ് ഉറപ്പായിട്ടും കൊടുക്കും. നിങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ഞെറുക്ക് എടുക്കുമോ അതോ? ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, മിസ്റ്ററി ഗിഫ്റ്റ് ഉണ്ട്. ഇല്ല അതെ, പൗട്ടാണ്ട് ഗിഫ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ മറക്കരുത്. ഇലുമിനാറ്റി നിങ്ങൾ വണ്ടിയിൽ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് കാണിച്ചു തരാം. ടവർ ബ്രിഡ്ജിൽ പോയിട്ട് ഈ വണ്ടി എന്തായാലും ഞങ്ങൾ കാണിക്കും. അപ്പോൾ നേരെ എല്ലാവരും കയറിയോ, നമുക്ക് നേരെ ടവർ ബ്രിഡ്ജിൽ എത്തിയിട്ട് കാണാം. നമ്മളപ്പം ലണ്ടൻ സോണിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദാറ്റ് മല്ലു ഇൻ UK നമ്മുടെ ഫ്രണ്ടിലുണ്ട്, കണ്ടില്ലേ? ഇലുമിനാറ്റി ടിൻറ്റോ ബ്രോ ഫാമിലി ആ വണ്ടിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 20 മൈൽ സ്പീഡാണ് കേട്ടോ. ഭയങ്കര റിസ്ക് ആണ് നമ്മളിവിടെ വണ്ടി ഓടിക്കുന്നത്. ഇനി എനിക്ക് എത്ര ഫൈൻ വരുമെന്നുള്ളത് ബാക്കി അത് വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. കാരണം 20 മൈൽ സ്പീഡേ ഉള്ളൂ. പിന്നെ ഇച്ചിരി ഒരു ആവശ്യത്തിൽ അധികമായിട്ടും കാരണം നീ ഒന്ന് ആലോചിച്ച് വയ്ക്കണം. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ഒരു ചെറിയൊരു ഇത്രയും ടൈമായി, ഏകദേശം 11:08 ഇവിടെ. ഈ 11:08 സമയത്ത് പോലും ഈ ഒരു ട്രാഫിക് ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. കാരണം വെച്ചാൽ ഇവിടെ ഏകദേശം നമുക്ക് ഇനി പോകേണ്ടത് ഒരു 6 മൈൽ സ്പീഡേ ഉള്ളൂ. ഈ 6 മൈൽ കവർ ചെയ്യണമെങ്കിൽ ഏകദേശം 40 മിനിറ്റ് ഉണ്ട്. കാരണം ഫുള്ള് 20 മൈൽ സ്പീഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ടിൻഡോ ബ്രോ ഇതാണ് കണ്ട ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ നൈറ്റ് ഡ്രൈവ് അടിപൊളിയായിട്ടുണ്ട്. പുള്ളി നമുക്ക് നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ലണ്ടൻ ബ്രിഡ്ജിൽ എത്തിയിരിക്കുന്നു. നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മുടെ ടിൻഡോ ബ്രോയും ഫാമിലി നമുക്ക് എവിടാന്ന് അറിയാൻ വയ്യ. നമ്മളെത്തി, നമ്മൾ എന്തായാലും ഇതിനകത്തേക്ക് എൻട്രി ചെയ്തു. ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നു. അങ്ങനെ നമ്മളിതാ എത്തി. അങ്ങനെ AJ Fam UK യു അറൈവ്ഡ് യുവർ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ മാപ്പ് ചതിച്ചിരിക്കുന്നു ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ എത്തി. അടിപൊളി വ്യൂസ് സൈഡിലോട്ട് കാണിച്ചു. സൈഡ് കാണിച്ചു. ടവർ ബ്രിഡ്ജ് എത്തിയിരിക്കുന്നു. പോളി ഇതാ ഈ ഫ്രണ്ട് കാണിക്കും. സെറ്റ് കാണിച്ചു ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് വെരി ഫസ്റ്റ് ടൈം ഡ്രൈവ് ചെയ്ത് പോകുന്നത്. വെരി ഫസ്റ്റ് ടൈം. അതെ, എപ്പോഴും നമ്മൾ ട്രെയിനിലാണ് വന്നിട്ടുള്ളത്. എപ്പോഴും ഒന്നല്ല, രണ്ട് വട്ടം. 3 വട്ടം കൂടുതൽ നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്തു. നമ്മളിതാ ലണ്ടൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോകുന്നു ഗായ്സ്. അപ്പം നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് കഴിഞ്ഞു. ഇനി എന്താണ് എങ്ങനെയാണെന്നുള്ള എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എയും നടന്നില്ല, ബിയും നടന്നില്ല. ഫുള്ള് പാർക്കിങ്ങിൻ്റെയും കാര്യം ഇഷ്യൂ ഒക്കെ ഉള്ള ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ടവർ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ വലിയൊരു സീനാണ്. പാർക്കിംഗ് കിട്ടിയാൽ തന്നെ ഭയങ്കര ക്യാഷുമാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ടിൻഡോ ബ്രോയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ടിൻഡോ ബ്രോ ലണ്ടൻ്റെ അടുത്ത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്, അവിടെ പോയിട്ട് ഫുഡ് അടിക്കാം. അതിൻ്റെ പേരെന്താണെന്ന് അറിയാം, ചായക്കട. ഇനി നമുക്ക് അവിടുത്തെ ഫുഡ് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ കാറിലേക്ക് വരുന്ന വഴി തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വിളിച്ച് ഓർഡർ ചെയ്തു. കാര്യം എന്താണെന്നറിയാം, രാത്രി ഏകദേശം 1:30 ആയിരുന്നു. ഫസ്റ്റിൽ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കാന്താരി കപ്പ. അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ആയിരുന്നു ഐറ്റം. സൂപ്പറായിരുന്നു. നല്ല അടിപൊളി ഏരിയയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ ഇതപ്പോൾ തന്നെ അടുത്ത ഓർഡർ പിടിച്ചു. ടിൻഡോ ബ്രോയുടെ ഫേവറേറ്റ് എന്താണെന്നറിയോ, നിങ്ങൾ ജസ്റ്റ് കണ്ടേ നോക്ക്, കിഴി പൊറോട്ട കിട്ടിയോണ്ട് കുട്ടികളൊക്കെ അതിനകത്ത് ചാടി കയറി അറ്റാക്ക് ചെയ്ത്. ടിൻഡോ ബ്രോയ്ക്ക് കുറച്ചൊക്കെ കിട്ടി. എന്നാലും പറഞ്ഞിട്ട് കുട്ടികളുടെ ഹാപ്പിനെസ് അല്ലേ. അത് ഞാൻ നേരെ മന്തിക്ക് പിടിച്ചു. വെച്ചു ഏത് സൈഡിൽ നിന്ന് തുടങ്ങണമെന്ന് ആരും തീരുമാനിക്കും.
ഇസക്കും വേണാച്ചാ. എല്ലാവർക്കും കഴിയും. ബ്രോ ഇത് ചായ എങ്ങനെയുണ്ട്? ഇത് നല്ല കിണ്ണം കാച്ചി ചായ. ഉയരം കൂടുന്തോറും സ്വാദ് കൂടുന്ന ചായക്കടയിലെ ചായ. അടിപൊളിയാവും. സത്യത്തിൽ ഉയരം കൂടിയതല്ല, പാതിരാത്രി 10 ഇപ്പൊ 1:45 രാവിലെ. അപ്പം സ്വാദ് കൂടും. എണ്ണീറ്റ് കുടിച്ചു ചായ. നമുക്കെല്ലാം മസാല ചായ ഒന്നും. എങ്ങനെയുണ്ടാ ചായ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇപ്പൊ എന്താണ്ട് സമയം 1:30 എങ്ങനെയുണ്ട്? തണുക്കുന്നുണ്ട് 3 പേർക്ക്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എങ്ങനെയുണ്ടായിരുന്നു ഇസയ്ക്ക്? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും കഴിച്ചില്ല എന്നിട്ട് നമുക്ക് സൂപ്പർ ആണെന്ന് പറഞ്ഞോളൂ. ജിയൊക്കെ ഉണ്ടായിരുന്നു. അഞ്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. കൊള്ളായിരുന്നു. എന്ത് ഇഷ്ടപ്പെട്ട? ഫേവറേറ്റ്? കാന്താരി കപ്പ. കാന്താരി കപ്പ. ഓക്കെ. അതെ അതെ. മന്തി. നിനക്കോ? മറ്റേ കാന്താരി കപ്പയെ കുറിച്ച് അടിപൊളിയായിരുന്നു. സമയം എത്ര? 5 രാവിലെ പശു പോലും വെള്ളം കുടിക്കാത്ത സമയത്ത് ഇവിടെ വന്നിട്ട് മന്തിയും കഴിച്ച് രണ്ടെണ്ണം കൂടെ ചാടുന്ന ചാട്ടം നോക്കി. ഫ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ചെയ്ത് നമുക്ക് ചായക്കടയിലേക്ക് എത്താം. ഓക്കെ. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ ഗൂഗിളിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ കിട്ടും. അടിപൊളിയാണ്. കുറച്ച് വെറൈറ്റി നല്ല ഫുഡും നല്ലൊരു ആംബിയൻസും ആണ് കേട്ടോ അവിടെ. അപ്പോൾ നാളെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫുഡ് ഫേവറേറ്റ് ഏതാ ഇഷ്ടപ്പെട്ടത്? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടത് കാന്താരി കപ്പയാണ്. കാന്താരി കപ്പ എനിക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? കാരണം അമ്മ മന്തി മാത്രമേ കഴിച്ചോളൂ. അമ്മ ഐഡിയപരമായിട്ട് കാന്താരി കപ്പ കഴിച്ചില്ല. ഓക്കെ. ഏതാ ബ്രോ ഇഷ്ടപ്പെട്ടു? എനിക്ക് ഷവായി മന്തിയിലെ ഷവായി മാത്രം കഴിച്ചു. റൈസ് കഴിച്ചില്ല. ഡയറ്റിലാണ്. അതുകൊണ്ട് 6 പാക്ക് ഗൈസ് ഉടനെ വരും. സോ 6 ചാനൽ ഇവിടെ ഉണ്ട്. സിംഗിൾ പാക്ക്. സമയം രാവിലെ 2 മണിക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവര് നമ്മളെ ഇറങ്ങി പോടാ എന്ന് പറയാം. പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു. അവരെ സർവീസും കാര്യങ്ങളെല്ലാം സൂപ്പർ ആയിരുന്നു. ബ്രോ നമ്മുടെ ലൊക്കേഷൻ ഏതായിരുന്നു? ഇവിടെ എന്തായാലും ഓക്കെ. സർവീസിന് 5 സ്റ്റാർ കൊടുത്തു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് നമ്മൾ പോകുന്നു. അപ്പം നമ്മൾ ലണ്ടൻ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിരുന്നു. ദാറ്റ് മല്ലു ഫാമിലി ആയിട്ട് സെറ്റായിരുന്നു. അപ്പം അഞ്ചു ബൈ പറഞ്ഞേ. ബൈ. അപ്പം എല്ലാവർക്കും ബൈ.